എസൻസ് ഗ്ലോബലിൻ്റെ എല്ലാ സുഹൃത്തുക്കളോടും നന്ദി പറയുന്നു. ഒരു ഇന്ത്യൻ ശാസ്ത്രമേഖലയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് സയൻസിനെ പറ്റി, ഇവിടുത്തെ ശാസ്ത്രത്തെപ്പറ്റി രണ്ട് വാക്ക് പറയാൻ പറഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്യുന്ന രണ്ട് വാക്ക് ഇതായിരിക്കും: സയൻറ്റിഫിക് ടെമ്പർ. ഇത് നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ എസൻസ് ഗ്ലോബൽ തന്നെ ആദ്യത്തെ അവരുടെ കീവേഡ് തന്നെയും സയൻറ്റിഫിക് ടെമ്പറാണ്. എല്ലാ ശാസ്ത്ര സംഘടനകളും ഈ വാക്കിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനൊരു വാക്കിനെ പറ്റി പറയുമ്പം അത് ഒരു വ്യക്തിയുമായിട്ട് കണക്റ്റഡ് ആണ്. അതാണ് അതിൻ്റെ ഒരു കൗതുകരമായൊരു കാര്യം. ഇതാരാണെന്ന് നമുക്കൊക്കെ അറിയാം. പ്രത്യേകിച്ച് ഈ തലമുറയ്ക്ക്, ഇനി അടുത്ത തലമുറ എന്താണെന്ന് അറിഞ്ഞൂടാ, പക്ഷേ ഈ തലമുറയ്ക്കെങ്കിലും ചാച്ചാ നെഹ്റു എന്ന പേരിൽ അറിയപ്പെടുന്ന, അതിന് മുതിർന്ന തലമുറയ്ക്ക് പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഈ നെഹ്റുജി ഇത് പറയുന്നതിന് മുമ്പ് തന്നെ സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ള ആ ആശയം മുമ്പ് തന്നെയുണ്ട്. ബർട്രൻഡ് റസ്സലും ആൽബർട്ട് ഐൻസ്റ്റീനും ഒക്കെ പരാമർശിച്ചിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. നമുക്ക് ഒരു ആധുനിക മനുഷ്യന് സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാവണം. പക്ഷെ എന്തുകൊണ്ട് നെഹ്റുവിൻ്റെ സയൻറ്റിഫിക് ടെമ്പർ ക്ലിക്കായി? അതാണ് ഒരു രസകരമായ ഒരു കാര്യം നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നത്. ഇന്ന് വിക്കിപീഡിയ പരിശോധിച്ചാലും സയൻറ്റിഫിക് ടെമ്പർ എന്ന വാക്കടിച്ചു കഴിഞ്ഞാൽ നെഹ്റുവിൻ്റെ പേരാണ് ആദ്യം വരുന്നത്. അദ്ദേഹമാണ് ഇത് കോയിൻ ചെയ്തത് എന്നുള്ളത്. എന്തുകൊണ്ടാണത് എങ്ങനെ എന്നുള്ളതാണ് ഇതിൽ കുറച്ച് കൗതുകങ്ങൾ. ചോദ്യങ്ങളല്ല, കൗതുകങ്ങളാണ്. അതായത് നെഹ്റുജി എങ്ങനെയാണ് ഈ വാക്കിൽ എത്തിച്ചേർന്നത്? സയൻറ്റിഫിക് ടെമ്പർ നമ്മൾ ധാരാളം സംസാരിക്കാം. അപ്പോൾ സയൻറ്റിഫിക് ടെമ്പർ എന്താണെന്ന് അറിയലാണ് നമുക്ക് ഒന്നാമത് ചെയ്യേണ്ടത് മുന്നോട്ടുള്ള പോക്കിലിടക്ക്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ വാക്കിൽ എന്തുകൊണ്ട് അദ്ദേഹം മുറുകെ പിടിച്ചു? ഈ മുറുകെ പിടിച്ചുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടായോ? അതുപോലെ ഇത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ, നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയിലാണ് ഓരോ പൗരനും സയൻറ്റിഫിക് ടെമ്പർ വളർത്തുന്ന കടമയുണ്ടെന്ന് വരുന്നത്. ഇത് ഭരണഘടനയിൽ എങ്ങനെ വന്നു? ഈ കടമ ഇന്ന് പാലിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ സുപ്രധാന ഒരു ചോദ്യമാണത്. ഇനി ഇതിൻ്റെ ഇപ്പോഴത്തെ വർത്തമാനകാല പ്രസക്തിയും ഭാവികാല പ്രസക്തിയും ഇതൊക്കെ കൂടി നമുക്കൊന്നുകൂടി ഒന്ന് പരിശോധിക്കാം എൻ്റെ ഈ ടോക്കിലൂടെ. സയൻറ്റിഫിക് ടെമ്പർ വന്ന വഴിയും പോയ വഴിയും. ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ സ്വാതന്ത്ര്യ സമര നേതാവ്, ഇദ്ദേഹത്തിന് സയൻസിന് എന്തുകൊണ്ട് ഇദ്ദേഹം ഒരു സ്നേഹം, ഒരു പ്രത്യേക ഒരു മമത അദ്ദേഹം കാണിച്ചു എന്നുള്ളതാണ്. നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ പറ്റിയിട്ട് വിക്കിപീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആൻറ്റി കൊളോണിയൽ, നാഷണലിസ്റ്റ്, സ്റ്റേറ്റ്സ്മാൻ, സെക്യുലർ ഹ്യൂമനിസ്റ്റ്, സോഷ്യൽ ഡെമോക്രാറ്റ് ആൻഡ് ഓതർ എന്നുള്ള പല പല വിശേഷണങ്ങൾ കാണാം. അതിലോട്ടൊന്നും കൂടുതലായിട്ട് ഞാൻ ഇറങ്ങുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഇന്ത്യയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ 1912 ആകുമ്പോഴേക്കും അദ്ദേഹം ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റിലോട്ട് ചാടിയിറങ്ങുവാണ്. പിന്നെ 21 ആകുമ്പോഴേക്കും നമുക്ക് കാണാം അദ്ദേഹം വളരെ ഒരു ഫോർ ഫ്രണ്ട് ലീഡറായിട്ട് മാറുന്നു. പ്രത്യേകിച്ച് ഗാന്ധി കഴിഞ്ഞാൽ നമ്മൾ നമ്പർ 2 എന്നുള്ള ആ ലെവലിലേക്കാണ് പുള്ളി ഉയരുന്നത്. പിന്നെ 47 വരെ അദ്ദേഹം തുടർച്ചയായിട്ട് ഫ്രീഡം സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആകുന്നതിന് മുമ്പേ ആ ഘട്ടം വരെ. പിന്നെ അതിനിടയ്ക്ക് 9 വർഷം അദ്ദേഹം ജയിലിൽ കിടന്നു. 9 വർഷം. പിന്നെ അദ്ദേഹം 64 വരെ പ്രധാനമന്ത്രിയായി. അപ്പോൾ അന്നും എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ഫിഗർ എന്ന് വെച്ചാൽ ജനങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ട ആളാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല അഭിപ്രായ വ്യത്യാസങ്ങളോ പല കാര്യങ്ങളിലും അഭിപ്രായത്തെല്ലാം മാറ്റി വെച്ചുകൊണ്ട് പലരും പറയും നെഹ്റുവിൻ്റെ പേര് പലപ്പോഴും മിക്കപ്പോഴും അത് പൊങ്ങി വരുന്നു. പിന്നെ നമ്മൾ അറിയുന്നത് ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ എന്നുള്ളതാണ്. അദ്ദേഹം എന്ത് ചോദിക്കുന്നുള്ള ഇപ്പോൾ നമുക്ക് ക്ലിയർ ഇല്ലാത്തവർ പോലും അങ്ങനെ കേട്ടിട്ടുണ്ട്, ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇദ്ദേഹം സയൻസിനെ എന്തുകൊണ്ട് സ്നേഹിച്ചുള്ളത്? ഒന്നാമത്തെ കാര്യം, ഹി വാസ് എ ഗ്രാജുവേറ്റ് ഇൻ നാച്ചുറൽ സയൻസ്. 1910 അദ്ദേഹം ട്രിനിറ്റി കോളേജ് കാംബ്രിഡ്ജിൽ നിന്ന് ഓണേഴ്സ് ഡിഗ്രി എടുക്കുകയാണ് നാച്ചുറൽ സയൻസിൽ. അതിനുശേഷമാണ് അദ്ദേഹം ലോ പഠിക്കാൻ പോയത്. അതും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ നിർബന്ധപ്രകാരം. അദ്ദേഹം അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്, എനിക്കത് സയൻസ് കൂടുതൽ പർസ്യൂ ചെയ്യാൻ ആയിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പിൽക്കാലത്ത് നടന്നു. എങ്ങനെയൊക്കെ സയൻസിനെ എങ്ങനെ കൂടുതൽ പർസ്യൂ ചെയ്യുക എന്നുള്ളത് അക്കാഡമിക് സൈഡിലല്ല, പക്ഷേ സയൻസിൻ്റെ പ്രാക്ടിക്കൽ സൈഡിലോ രാജ്യത്തിന് വേണ്ടി സയൻസിനെ നമുക്ക് എങ്ങനെ പ്രയോഗിക്കാമെന്നുള്ള ചിന്തകളിലൂടെയൊക്കെ അത് മുന്നോട്ട് വന്നിട്ടുണ്ട്. അദ്ദേഹം ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് ആയിരുന്നു 1947. ആ 1947 ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടത്തിയത് നെഹ്റുവാണ്. അതിൽ തന്നെ അദ്ദേഹം സയൻസ് ഇൻ ദ സർവീസ് ഓഫ് ദ നേഷൻ എന്നുള്ളതായിരുന്നു അതിൻ്റെ ടോപ്പിക്ക്. 1947 അന്നത്തെ അവസ്ഥ ഡോക്ടർ ശ്രീകുമാറിൻ്റെ കഴിഞ്ഞ പ്രസംഗത്തിലുണ്ടായിരുന്നു. ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു?
അന്ന് നമ്മൾ ഇന്ന് മോഡേൺ സയൻസ്, ഇന്നല്ല നമ്മുടെ മുതിർന്ന തലമുറ പോലും മോഡേൺ സയൻസിൻ്റെ സംഭാവന എന്ന് പറഞ്ഞ ടെക്നോളജീസ് ഒന്നും നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി വന്നിരുന്നില്ല. എന്തിന് ടെലഫോണോ മോട്ടോർ കാറോ പിന്നെ വൈദ്യുതി ഒന്നും നമ്മൾ പൊതുസമൂഹത്തിൽ ഇറങ്ങി വരുന്നതിന് മുമ്പായിരുന്നു അദ്ദേഹം പറയുന്നത് നമ്മൾ സയൻസ് എങ്ങനെ നമുക്ക് നമ്മുടെ സാമൂഹികമായ ഒരു സംഭാവനയ്ക്ക് വേണ്ടിയിട്ട് സേവനത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളത്. പിന്നെ വേറൊരു സംഘടന ഉണ്ടായിരുന്നു, അസോസിയേഷൻ ഓഫ് സയൻറ്റിഫിക് വർക്കേഴ്സ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന രൂപീകരിച്ചു. സയൻസിലുള്ള പ്രവർത്തിക്കുന്ന എല്ലാ അന്നത്തെ ശാസ്ത്രജ്ഞന്മാരും ബ്രിട്ടീഷ് ഇന്ത്യയിലുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ കൂടിയിട്ട് ഒരു എല്ലാവരും സംഘടിപ്പിക്കുന്ന ഒരു സംഘടന. അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു 47 അദ്ദേഹം പ്രവർത്തിച്ചു. പിന്നെ അദ്ദേഹം നല്ലൊരു റൈറ്ററായിരുന്നു. വേൾഡ് വൈഡായിട്ട് ധാരാളം പേര് വായിച്ചു. അന്നും ഇന്നും അദ്ദേഹം അന്ന് തന്നെ വളരെ ഫേമസ് ആയിരുന്നു. സ്വാതന്ത്ര്യ സമര നേതാവായിരിക്കുന്ന കാലത്ത് തന്നെ ഇതൊക്കെ എഴുതി വേൾഡ് വൈഡായിട്ട് വായിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. ഈ പുസ്തകങ്ങളെക്കാളേറെ, ഈ 3 പുസ്തകങ്ങൾ അവിടെ ഉണ്ട് ഓൾറെഡി, അതിനേക്കാളേറെ ഞാൻ ശ്രദ്ധിച്ചത്, ഞാൻ മനസ്സിൽ ചേർത്ത് വെച്ച ഒരു പുസ്തകം ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ. ഇത് സത്യം പറഞ്ഞ ഒരു പുസ്തകമായിട്ട് എഴുതിയല്ല, അദ്ദേഹം മകൾക്ക്, അതായത് 1928 അന്ന് 10 വയസ്സുകാരിയായ അദ്ദേഹത്തിൻ്റെ മകൾ ഇന്ദിര പ്രിയദർശിനി ഒരു മുസോറിയിൽ ഒരു വെക്കേഷൻ ചെലവിടാൻ പോവുകയാണ്. അപ്പോൾ മകളെ പിരിഞ്ഞിരിക്കുന്ന സമയത്ത് അദ്ദേഹം ആ കുട്ടിക്ക് ഒരു കത്തെഴുതാണ് അലാഹാബാദിരുന്നുണ്ട്. കത്തുകളുടെ ഒരു സീരീസ് എല്ലാ പതിവായിട്ട് ഇങ്ങനെ എഴുതി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ഈ പ്രായത്തിലൊക്കെ അച്ഛനമ്മമാരൊക്കെ വിട്ട് പൂച്ചൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ രസിപ്പിക്കും, അല്ലെങ്കിൽ ഗുണപാഠ കഥകൾ പറഞ്ഞിട്ട് കുറച്ചുകൂടി വലുതായ ഗുണപാഠ കഥകൾ പറഞ്ഞ് രസിപ്പിക്കും. പക്ഷേ നെഹ്റു എഴുതിയിരിക്കുന്നത് ഗുണപാഠ കഥകളല്ല. ഒരു എങ്ങനെ കല്ലിന് മുണ്ട് കഥ പറയാനെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ആദ്യത്തെ ഭാഗം നമ്മൾ കുട്ടിക്കാലത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് ഒരു പെബിൾ എവിടെ നിന്ന് ഒഴുകി, നിങ്ങൾ വഴിയിൽ കിടന്നൊരു പെബിൾ എടുക്കാം, ഇതെവിടെ നിന്ന് വന്നു എന്നിട്ട് തിരിച്ചാലോചിക്കുക. അപ്പോൾ ഒരു ഭൂമിയുടെ ഏതോ ഒരു പ്രോസസ്സിലൂടെ ഇറങ്ങി വരികയാണ് ഒരു കല്ലും മണ്ണും എങ്ങനെ ഉണ്ടായി, ഭൂമി എങ്ങനെ ഉണ്ടായി, പാറകൾ തൊട്ട് ഭൂമിയുടെ ഉൽപ്പത്തി. അവിടുന്ന് ഓരോ കത്തുകളിലായിട്ട് ഇദ്ദേഹം അത് വിശദീകരിച്ചു കൊടുക്കുകയാണ് 10 വയസ്സായ കുട്ടിക്ക്. അവിടുന്ന് എങ്ങനെ ജീവിവർഗങ്ങളുടെ ഉൽപ്പത്തി, ജീവിവർഗങ്ങൾ എങ്ങനെ വന്നു ഈ ഭൂമിയിൽ, അത് കഴിഞ്ഞ് മനുഷ്യനെങ്ങനെ വന്നു, മനുഷ്യകുലത്തിൻ്റെ വികാസ പരിണാമങ്ങൾ, സിവിലൈസേഷൻ്റെ പരിണാമങ്ങൾ, ഭാഷയുടെ പരിണാമങ്ങൾ, ഭരണം എങ്ങനെ ഒരു സമൂഹത്തിൽ മതങ്ങൾ എങ്ങനെ ഇറങ്ങി വന്നു, അങ്ങനെ ഒരു സീരീസ് ഓഫ് തോട്ട്സ് അദ്ദേഹം എഴുതി ഡെവലപ്പ് ചെയ്ത് ആ കുട്ടിക്ക് അയക്കുകയാണ്. ഇതൊക്കെ കൂടി ഒരു കത്തുകളുടെ ഒരു സമാഹാരം എന്നുള്ള നിലയ്ക്കാണ് ആദ്യം പ്രസിദ്ധീകരിച്ചത്. പക്ഷേ അതൊരു സയൻസ് പുസ്തകമായിട്ടാണ് അന്നും ഇന്നും. നെഹ്റു തന്നെ പറഞ്ഞിട്ടുണ്ട്, ഏത് മായിക കഥകൾ, ഗുണപാഠ കഥകളെക്കാളും മായിക കഥകളെക്കാളും എക്സൈറ്റിംഗ് ആണ് ഈ ശാസ്ത്രത്തിൻ്റെ ഈ ശാസ്ത്രം മനസ്സിലാക്കിയ ഈ മനുഷ്യൻ്റെ വികാസ ചരിത്രം എന്നുള്ളത്. ഇന്നും ഞാൻ എൻ്റെ മകൾക്ക് വായിച്ചു കൊടുക്കുന്ന ഈ പുസ്തകമാണ്. 12 വയസ്സുള്ള എൻ്റെ മകൾക്ക് അവൾ സയൻസ് താല്പര്യം വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ പോപ്പുലർ സയൻസിൽ ആദ്യത്തെ പോപ്പുലർ സയൻസ് ഗ്രന്ഥം ഇതായിരിക്കും. ഒരു ലെറ്റേഴ്സിൻ്റെ രൂപത്തിലാണ് വന്നത്. പക്ഷേ ഇതിൽ സരളമായിട്ട് നമുക്ക്, ഞാൻ പറഞ്ഞില്ല കുട്ടിക്ക് വായിച്ചു കൊടുക്കുന്നു പറയാം, ഇതിൽ സരളമായിട്ട് എനിക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ കാര്യം. അത്ര മനോഹരമായിട്ട് എഴുതിയ പുസ്തകം. അന്നത്തെ 1928 ചരിത്രമാണ് ഈ പറയുന്നത്. 28 അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്ന, അദ്ദേഹം പരിചയിച്ച കാര്യങ്ങൾ. അപ്പോൾ പോപ്പുലർ സയൻസ് റൈറ്റർ എന്നുള്ള നിലയിൽ നിന്ന് നമുക്ക്, ഇതുവരെ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ എൻ്റെ മനസ്സിലങ്ങനെയാണ് അത് രജിസ്റ്റർ ആവുന്നത്, ഒരു പോപ്പുലർ സയൻസ് എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് കൂടി. പിന്നെ അദ്ദേഹത്തിന് ശാസ്ത്രജ്ഞന്മാരുമായിട്ട് വളരെ വ്യക്തിപരമായ ഊഷ്മളമായ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. ഈ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് കാണാം. CV രാമനുണ്ട്. അത് കഴിഞ്ഞ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞന്മാരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. മീൻസ് അത് കാണാൻ പോയി. കൗതുകപരമായിട്ട് പുള്ളി എല്ലാ ലാബുകളിലും തീർച്ചയായിട്ടും സന്ദർശിക്കുമായിരുന്നു. പിന്നെ വിക്രം സാരാഭായിയുടെ ലാബുകളിൽ അദ്ദേഹം ലാബിൽ സന്ദർശിച്ചത് കാണാം. ഇങ്ങേറ്റത്ത് നോക്കൂ, അപ്പുറത്തെ സൈഡിൽ ഭട്നാഗറുടെ ലാബറട്ടറിയിൽ പോയിരിക്കുന്നത് കാണാം, കെമിസ്ട്രി ലാബിൽ. പിന്നെ ഇപ്പുറത്തെ ഐൻസ്റ്റൈൻ, പ്രിൻസ്റ്റണിൽ ആൽബർട്ട് ഐൻസ്റ്റൈനുമായിട്ടുള്ള സൗഹൃദം പങ്കിടുന്ന ഒരു രംഗം കൂടി നിങ്ങൾക്ക് കാണാം. അപ്പോൾ അന്ന് CV രാമനുമായിട്ട് അദ്ദേഹത്തിന് വളരെ ക്ലോസ് ബന്ധമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് തീർച്ചയായിട്ടും സയൻസ് കോൺഗ്രസ്സിൽ പങ്കെടുക്കുന്ന ആളെന്നുള്ള ജവഹർലാൽ നെഹ്റുവിന് രാമനുമായിട്ട് വളരെ ഒരു ക്ലോസ് ബന്ധമായിരുന്നു. കാരണം ആ രാമനുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നാണ് ഈ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ പുരോഗതിക്കും സയൻസിനെ ആശ്രയിക്കാനുള്ളൂ എന്ന് തീർച്ചയായിട്ട് പറഞ്ഞ ഒരാളാണ് രാമൻ. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയതിന് ശേഷം ഈ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിനെ ശക്തിപ്പെടുത്തി കൂടുതൽ പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ രാമൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം അതാണ് ശരിക്കും നെഹ്റുവിനെ ശരിക്ക് സ്വാധീനിച്ചതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ ശാസ്ത്രം നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്തുകൊണ്ട് അദ്ദേഹത്തിന് ശാസ്ത്രത്തോട് അറ്റാച്ച്ഡായി.
രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ അദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് ടെമ്പറിലേക്ക് അദ്ദേഹം വരുന്നത് ഒരു രാജ്യത്തിൻ്റെ ഒരു പുരോഗതിയും ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഇതുണ്ടായിരുന്നു. കാരണം സ്വതന്ത്ര ഇന്ത്യ എന്നൊരു സ്വപ്നം ഈ നമുക്കിന്ന് ഇത് തലമുറക്ക് ഒന്നും ഇന്ത്യ അവിടെ ഉണ്ട്, ഇതിപ്പോൾ സ്വപ്നം കാണാൻ എന്തായിരിക്കുന്നത്. പക്ഷേ അന്ന് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് ബ്രിട്ടീഷുകാർ ഒഴിഞ്ഞു പോകണം എന്നുള്ള, ബ്രിട്ടീഷ് ഭരണം ഒഴിഞ്ഞു പോകണം എന്നുള്ള ഒരു മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ആ മൂവ്മെൻറ്റിൽ സാമ്രാജ്യത്വം നിലനിന്നിരുന്ന ഭാഗങ്ങളാണ് ഈ മഞ്ഞ ഇതിൽ കാണിച്ചിരിക്കുന്നത്. ബാക്കി മൊത്തം പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആണ്. അത് തന്നെയും 548 പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നതാണ് ബ്രിട്ടീഷുകാർ തന്നെ കണക്ക് കൂട്ടിയിരിക്കുന്നത്. കൊച്ചു രാജ്യങ്ങൾ, രാജാക്കന്മാർ, കുറച്ച് വലിയ രാജ്യങ്ങൾ മൈസൂരും ഹൈദരാബാദും പിന്നെ തിരുവിതാംകൂറും, അങ്ങനെ വലിയൊരു പിന്നെ ഭൂഭാഗമാണ് ഇവിടെ കിടക്കുന്നത്. ഈ ഭൂഭാഗത്തൊന്ന് ബ്രിട്ടീഷുകാർ ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ് വേൾഡ് വാർ ആകുമ്പോഴേക്കും ഏതാണ്ട് മനസ്സിലായി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകും എന്നുള്ള ആ ഒരു ഇതിലൊക്കെ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളതായിരുന്നു അടുത്ത ചോദ്യം. കാരണം ആ രാജ്യത്തിൻ്റെ അവസ്ഥ പറഞ്ഞു പല സ്ഥലത്തും. ബംഗാൾ, ഡോക്ടർ ശ്രീകുമാർ ഇപ്പോൾ പറഞ്ഞ ആ പട്ടിണിയ ചരിത്രത്തിലാണ് കടന്നു പോകുന്നത്. ആ ക്ഷാമത്തിൻ്റെ തൊട്ട് ശേഷമുള്ള കാലഘട്ടം, ക്ഷാമത്തിൻ്റെ അതേ കാലഘട്ടം എന്ന് പറയാം. അന്നത്തെ ഏറ്റവും വലിയ ചോദ്യം, ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂഭാഗങ്ങളോട് നമ്മൾ എന്ത് ചെയ്യും, ആര് ഭരിക്കും, എങ്ങനെ ഇതിന് ഭരണം നടത്തും, അത് സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭരിക്കുമോ, വേറെ ആരെ ഭരിക്കും, എന്താണെന്ന് ചെയ്യേണ്ടതെന്നുള്ള ഒരു ധാരണയും ഇല്ലാത്ത ഒരു അവസ്ഥ, ഒരു കുഴഞ്ഞു പറഞ്ഞ അവസ്ഥയുണ്ടായി. പിന്നെ നാട്ടുരാജ്യങ്ങൾ, ഇങ്ങനൊരു നാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് പ്രകാരം ഇന്ത്യ എന്നുള്ളൊരു രാജ്യത്തെക്കുറിച്ച് നമ്മൾ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ, ആ മുന്നോട്ട് വെക്കലിൽ നാട്ടുരാജ്യങ്ങൾ പങ്കെടുക്കുമോ, ഈ ഒരു ഭരണം നമ്മൾ കൊണ്ടുവന്നാൽ ആ ഭരണം മറ്റുള്ളവർ അംഗീകരിച്ച് നമ്മളോട് ചേരുമോ, ഇതൊക്കെ വലിയ ചോദ്യമായിരുന്നു. നെഹ്റു ഇതിനെ കുറച്ചുകൂടി പിന്നെ സൈദ്ധാന്തികമായിട്ടാണ് അദ്ദേഹം സമീപിക്കുന്നത്. അദ്ദേഹം ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർവചിക്കാൻ പറ്റുന്ന ആ ഭൂഭാഗത്തിനെ പറ്റിയിട്ടുള്ള അതിൻ്റെ ചരിത്രം, അദ്ദേഹം കുറച്ച് ജീവിത അനുഭവങ്ങൾ കൂടി ഇതിനകത്തുണ്ട്, ചരിത്രങ്ങൾ, പിന്നെ ഇന്ത്യ എങ്ങനെ ഇവോൾവ് ചെയ്ത് വന്നു, അതിൻ്റെ ഒന്നാം സ്വാതന്ത്ര്യ സമരം തൊട്ടുള്ള പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ്, പഴയ ഭരണം, പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ്, പിന്നെ ഇന്ത്യയുടെ ആ ഒരു ഭൂപ്രദേശത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും അദ്ദേഹം ചാർട്ട് ചെയ്യണം, ഇൻക്ലൂഡിങ് അതിൻ്റെ മതങ്ങളും വിശ്വാസങ്ങൾ. അക്കൂട്ടത്തിലാണ് അദ്ദേഹം സയൻസിനെ പറ്റിയിട്ട് പറയുന്നത്. ആ ഇന്ത്യയെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ സങ്കല്പം ഇങ്ങനെയായിരുന്നു. എൻ്റെ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത്, ഈ രാജ്യം, ഇങ്ങനെ ഒരു രാജ്യം ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വേണ്ടുന്നൊരു ശാസ്ത്രീയമായൊരു സമീപനമാണ്, സാഹസികവും എന്നാൽ വിമർശനാത്മകവുമായ ശാസ്ത്രീയ മനോവൃത്തി, സത്യത്തിനും പുതിയ അറിവിനും ആയുള്ള അന്വേഷണം, പരീക്ഷിച്ചും പരിശോധിച്ചും ബോധ്യപ്പെടാതെ ഒന്നിനെയും സ്വീകരിക്കാതിരിക്കൽ, പുതിയ തെളിവുകൾക്കനുസൃതമായി മുൻ ധാരണകൾ മാറ്റിയെടുക്കൽ, പഴയ തത്വങ്ങളെക്കാളുപരി നിരീക്ഷിച്ച സത്യങ്ങളെ മാത്രം ആശ്രയിക്കൽ, മാനസികമായ കർശനമായ അച്ചടക്കം, ഇതെല്ലാമാണ് വേണ്ടത്. ഇപ്പോൾ സയൻറ്റിഫിക് ടെമ്പർ എന്ന് അദ്ദേഹം ഉദ്ദേശിച്ച ഒരു കാര്യം അകത്ത് കുറച്ചുകൂടി അദ്ദേഹം എക്സ്പ്ലിസിറ്റായിട്ട് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് സയൻസിൻ്റെ പ്രയോഗത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന് വേണ്ടി, അതിൽ നിരവധിയായ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി. ഇത് ഇദ്ദേഹം ഹ്യൂമനിസ്റ്റ്, UK ഹ്യൂമനിസ്റ്റ് ഒരു പിന്നെ മാസികയിൽ എഴുതിയ ഒരു ലേഖനത്തിൻ്റെ ഒരു പാർട്ട് കൂടിയാണ്. പിന്നെ അദ്ദേഹം 37 ഒരു സയൻസ് കോൺഗ്രസ് അഡ്രസ്സിൽ അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു, നമുക്ക് സയൻസിനെ അവഗണിക്കാൻ പറ്റുമോ എന്നുള്ളത്. അത് ഇന്ത്യ പോലൊരു രാജ്യം പട്ടിണിയിലും ദാരിദ്ര്യത്തിലും മാലിന്യത്തിലും നിരക്ഷരതയിലും ആറാടിക്കൊണ്ടിരിക്കുന്ന ഒരു ജനങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അതുപോലെ നമ്മുടെ കയ്യിലുള്ള ആ രാജ്യത്തിൻ്റെ കയ്യിൽ അന്നുണ്ടായിരുന്ന റിസോഴ്സസ്, വിഭവശേഷി ഉപയോഗിക്കപ്പെടാതെ പാഴായി പോകുന്ന ഒരു സ്ഥിതി, ഒരു അതർവൈസ് ഒരു റിച്ച് കൺട്രിയിൽ ജനങ്ങൾ സ്റ്റാർവിങ്, അതായത് പട്ടിണി കിടക്കുന്നു. അപ്പം നമുക്കൊരിക്കലും സയൻസ് എന്നുള്ള ഒരു കാര്യത്തെ, അതിൻ്റെ നേട്ടത്തെ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ രാജ്യത്തെ കൊണ്ടുവരാതെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിന് അന്നത്തെ ആ ചോദ്യം. അതിൽ വലതുവശത്തിരുന്ന ചിത്രത്തിൽ കാണാം അന്നത്തെ കുറച്ച് ഫോട്ടോഗ്രാഫ്സ്, ആ കാലത്തെ കുറച്ച് ഫോട്ടോഗ്രാഫ്സാണ്. ജനങ്ങൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്. കാളവണ്ടി യുഗം നമ്മൾ തമാശയായിട്ട് പോയി ഇന്ന് പറയുന്നത് ആ യഥാർത്ഥ അക്ഷരാർത്ഥ കാളവണ്ടി യുഗമാണ്. മോട്ടോർ കാറുകൾ വന്നിട്ടില്ല. അപ്പുറ സൈഡിലുള്ള ആ ഒരു തെരുവ് കാണാം, അവിടെ വിളക്ക് എണ്ണ ഒഴിച്ച് കത്തിക്കുന്ന ഒരു തെരുവ് വിളക്കാണുള്ളത്, വൈദ്യുതി വന്നിട്ടില്ല. ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം വലിയൊരു സങ്കല്പം, അതിനെ ഒരു റക്ലെസ് എക്സ്പെരിമെൻറ്റ്, അത് ഭ്രാന്തമായൊരു പരീക്ഷണം എന്നാണ് ഒരു ചരിത്രകാരൻ ഒരാൾ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ആധുനിക അറിവുകളും സാങ്കേതിക വിദ്യകളും പുരോഗതിക്ക് അടിത്തറവാകുന്ന മതേതര പരമാധികാര സ്വതന്ത്ര രാജ്യം.
ഒരു വലിയൊരു സംഭവം തന്നെ. ഇന്ന് നമുക്ക് ആലോചിക്കും, പുറകോട്ട് ആലോചിക്കുമ്പോൾ ഇദ്ദേഹത്തിന് എങ്ങനെ ഇത് ചിന്തിക്കാൻ പറ്റിയെന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടും. പിന്നെ അദ്ദേഹം ചെയ്തത് രാഷ്ട്ര നിർമ്മാണം. പ്രധാനമന്ത്രിയായ തുടക്കത്തിൽ സ്വാതന്ത്ര്യം കിട്ടി, പ്രധാനമന്ത്രിയായി ചുമതലയേറ്റു ഉടൻ അദ്ദേഹം ചെയ്യുന്നത് സയൻസ് സ്ഥാപനങ്ങൾ വികസിപ്പിക്കലാണ്. അതുപോലെ ഇൻഡസ്ട്രിയൽ കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് അവിടെ ഉണ്ടായിരുന്നു. അഗ്രികൾച്ചർ റിസർച്ച് അല്ലെങ്കിൽ മെഡിക്കൽ റിസർച്ചിൻ്റെ ഒക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ അത് പിന്നെ ഒരു രീതിയിൽ അവർ സ്ഥാപിച്ചെടുത്തിരുന്നു ഈ ഗവേഷണത്തിൻ്റെ ബേസ്. അതിനെ മുന്നോട്ട് കൊണ്ടുപോയായിരുന്നു നെഹ്റുവിൻ്റെ ഒന്നാമത്തെ അജണ്ട. രണ്ടാമത് ഡിപ്പാർട്ട്മെൻറ്റ്സ് സ്ഥാപിക്കുന്നു, പലതരത്തിലുള്ള ശാസ്ത്ര ഡിപ്പാർട്ട്മെൻറ്റുകൾ. അന്ന് വരെ ഒരു പുതിയൊരു രാജ്യം ഉണ്ടായാൽ രാജ്യത്തെ ഭരണം എങ്ങനെയാണെന്നറിയാലോ, നമുക്ക് നികുതി പിരിക്കാം, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കാം. ആ നികുതി കൊണ്ട് ആദ്യമായിട്ട് ഈ ഭരണാധികാരികളുടെ താമസ സൗകര്യം കാര്യങ്ങളും എല്ലാം നന്നാക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടെങ്കിൽ ജനങ്ങൾക്ക് വീതിച്ചെടുക്കാം. എന്നിട്ട് അവരുടെ ഉന്നമനത്തിനായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാക്കാം. ഇതാദ്യമായിട്ട് ഇന്ത്യയിൽ ചെയ്യുന്ന ഒരു കാര്യം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആറ്റമിക് എനർജി, അതിനുശേഷം പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ബയോ ടെക്നോളജി വരുന്നുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഓഷ്യൻ ഓഷ്യൻ ഡെവലപ്മെൻറ്റ്. ഇത് കഴിഞ്ഞ് ഇത് ഭരിക്കാൻ, ഇതിനു വേണ്ടി ഫണ്ട് കൊടുക്കാൻ മിനിസ്ട്രി, പിന്നെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO സ്ഥാപിക്കുന്നു, ആറ്റമിക് എനർജി കമ്മീഷൻ സ്ഥാപിക്കുന്നു. ഈ ഗവേഷണ യൂണിവേഴ്സിറ്റികളിൽ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് സപ്പോർട്ട്. അന്നുവരെ യൂണിവേഴ്സിറ്റി വെറും വിദ്യാഭ്യാസ കേന്ദ്രം മാത്രമേ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത്. അതിന് പകരം ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള നിലയ്ക്ക് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ സ്ഥാപിക്കുന്നു. പിന്നെ ഈ രാഷ്ട്ര നിർമ്മാണം പിന്നെ അടുത്ത ലെവലിലോട്ട് പോകുന്നത് 1950 മുതൽ പ്ലാനിംഗ് കമ്മീഷൻ 5 ഇയർ പ്ലാൻസ് ഉണ്ടാക്കുന്നു. അതിൽ ആദ്യത്തെ എംഫസിസ് അഗ്രികൾച്ചർ തന്നെയായിരുന്നു. നേരത്തെ നമ്മൾ കണ്ടു അത് എന്തുകൊണ്ടാണെന്നുള്ളതും. പിന്നെ സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് ആൻഡ് പാരലായിട്ട് പിന്നെ സാങ്കേതിക വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട്, പരിശീലനത്തിനും വേണ്ടിയിട്ട് IIT സ്ഥാപിക്കുന്നു. ബോംബെ, മദ്രാസ്, കാൺപൂർ, ഡൽഹി IIT വരുന്നു. ഈ ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി തന്നെ പ്രപ്പോസ് ചെയ്യുന്നു. പിന്നെ 52 മുതൽ 64 വരെ സ്ഥാപിക്കപ്പെട്ട വിവിധ സ്ഥാപനങ്ങളും പിന്നെ NIT-കളും നമുക്ക് ഇടതുവശത്ത് കാണാം. പിന്നെ ആറ്റമിക് റിയാക്ടർ, അപ്സര ആറ്റമിക് റിയാക്ടർ കൊണ്ടുവരുന്നു. എല്ലാം കൊളാബറേഷൻ. അന്നത്തെ ആധുനിക വിദ്യകൾ പലതും രാജ്യത്തില്ലാത്ത കൊളാബറേഷനിൽ, വിദേശ രാജ്യങ്ങളുമായി കൊളാബറേഷനിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നു. ഡാമുകൾ, ഇറിഗേഷൻ പ്രോജക്ട്സ്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ്, പിന്നെ രാജ്യത്തിന് വേണ്ടിയുള്ള ഈ പവർ വികസിപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞ് നമ്മളൊരു അങ്ങനെ ഒരു രാജ്യത്തിന് കൺവെൻഷൻ ഇല്ലാത്ത കുറേ കാര്യങ്ങൾ, അതായത് പിന്നെ ഇക്വറ്റോറിയൽ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ തുമ്പയിൽ 1963 അവിടെ കാണാം. ഒരു പിന്നെ ഒരു പള്ളിയുടെ കോമ്പൗണ്ടിൽ, അതായത് ഇതിൻ്റെ കാന്തിക മധ്യരേഖ സന്ധിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അതാണ് തുമ്പ. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ പറഞ്ഞ റോക്കറ്റ് വിടുന്ന ചെടിയാണ് തുമ്പ എന്നൊക്കെ പറയും. പക്ഷെ റിയൽ തുമ്പ തിരുവനന്തപുരത്ത് ഉണ്ട്. തുമ്പ തന്നെയാണ് പേര്. അവിടെ ഒരു പള്ളിയുണ്ട്. ഈ പള്ളിൻ്റെ സ്ഥലത്തായിരുന്നു എക്സാക്ട്ലി ഇത് വേണ്ടത്. അത് പിന്നെ ഇന്നായാലും ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. പക്ഷേ നെഹ്റുവിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് അവിടുത്തെ ഗവൺമെൻറ്റും ബാക്കിയുള്ളവരും കൃത്യമായിട്ട് ഇടപെട്ട് പള്ളി അവരെ വിട്ടുകൊടുക്കുകയാണ് ഇങ്ങനെ ഒരു കാര്യത്തിന്. അപ്പം മതം ശാസ്ത്രത്തിന് വഴിമാറുകയാണ്. ഇനി സയൻസ് എങ്ങനെ പുരോഗതിയുടെ ചാലകശക്തിയായി ഒരു 2 പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യ എല്ലാ മേഖലകളിലും അതിൻ്റെതായൊരു മാർക്ക് ഉണ്ടാക്കുന്നു. അതായത് ഒന്നാമത് കുറേ നേരിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ്, രണ്ടാമത് ഈ ഭാവിയിലേക്കുള്ള പുരോഗതിക്കുള്ള ഗ്രൗണ്ടിങ്. ഇത്രയും കാര്യങ്ങൾ അഗ്രികൾച്ചറിലായാലും സ്പേസ് ടെക്നോളജി, ന്യൂക്ലിയർ പവർ, സ്റ്റീൽ ഇൻഡസ്ട്രി, എനർജി സെക്ടറിലും കെമിക്കൽ ഇൻഡസ്ട്രി, മെഡിസിൻസ്, ഹെൽത്ത് കെയർ, എഡ്യൂക്കേഷൻ, റിസർച്ച്, എന്താണ് ഇല്ലാത്തതെന്ന് നോക്കിക്കോളൂ. ഈ രാജ്യത്ത് ഇന്ന് നമ്മൾ സന്തോഷം അനുഭവിക്കുന്ന എല്ലാ നേട്ടങ്ങളും എല്ലാറ്റിനും ഗ്രൗണ്ടിങ് അന്ന് ആദ്യത്തെ 2 പഞ്ചവത്സര പദ്ധതിയിലാണ് നമുക്ക് കിട്ടിയിരുന്നത്. അതിനെല്ലാം ഒരു ഊന്നുവടി എന്നല്ല, നമ്മുടെ പോൾ വോൾട്ടിൽ പോൾ കുത്തുന്ന അങ്ങനെ ഒരു ഇതിൽ സയൻറ്റിഫിക് ടെമ്പറിൽ കുത്തി ചാടി മറിയുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ കാണുന്നത്. ഇത് നെഹ്റുവിന് മാത്രം വിജയമായിരുന്നു. ഞാൻ കുറച്ച് ഓവർ സ്റ്റേറ്റ്മെൻറ്റ് പറയുകയാണെന്ന് വിചാരിച്ചോളൂ. പക്ഷേ അങ്ങനെ പറയണം. കാരണം അന്ന് നമ്മുടെ പൊളിറ്റിക്കൽ രംഗത്തുണ്ടായിരുന്ന ഒരാൾക്ക്, നെഹ്റുവിൻ്റെ കൂടെ അന്ന് ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു. നല്ല ബുദ്ധിയും വിവരമൊക്കെ ഉള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റിയ വിഭാവനം ചെയ്യുന്ന വിഷണറീസും ശാസ്ത്രജ്ഞന്മാരും ഒരാളുടെ ചരിത്രം നമ്മളിപ്പോൾ കേട്ടു. ഒന്നല്ല, രണ്ടുപേരുടെ ചരിത്രം നമ്മൾ കേട്ടു. അങ്ങനത്തെ ആൾക്കാർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കമ്പനി. അല്ലാണ്ട് രാഷ്ട്രീയത്തിൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കണ്ടംപററീസ് ആരും ഇത്തരം ഒരു കാര്യം വിഭാവനം ചെയ്യുന്ന ഒരു സ്ഥിതിയിൽ എത്തിയിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ നെഹ്റുവിൻ്റെ ആ ഒരു അച്ചീവ്മെൻറ്റ് പറയുന്നത്. ഇത് പറയാൻ പ്രത്യേകം കാരണം, നമ്മൾ സയൻറ്റിഫിക് ടെമ്പർ, അദ്ദേഹം സയൻറ്റിഫിക് ടെമ്പർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചില്ല. അദ്ദേഹം തന്നെ പറയരുത് സയൻറ്റിഫിക് ടെമ്പർ എനിക്കുണ്ട്, ഇതാണ് സയൻറ്റിഫിക് ടെമ്പർ വേണ്ടുന്നത്. അങ്ങനെ ഒരു സയൻറ്റിഫിക് ടെമ്പർ
അതിൻ്റെ ഗുണം എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു. അതിൻ്റെ സയൻറ്റിഫിക് ടെമ്പർ എന്ത് വിപ്ലവം ഉണ്ടാക്കി എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതിൻ്റെ ബാക്കിയുള്ള നെഹ്റുവിൻ്റെ അതായത് പിന്നെ മൊത്തം ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്കോ അദ്ദേഹത്തിൻ്റെ സമീപനങ്ങളെക്കുറിച്ചോ ബാക്കി എന്ത് വിമർശനങ്ങളുണ്ടായാലും തർക്കങ്ങളുണ്ടായാലും ഇക്കാര്യത്തിൽ മാത്രം നമുക്ക് തർക്കമില്ല. കാരണം സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ള വാക്കും അതിൻ്റെ പിന്നെ മികവ്, അതിൻ്റെ ആ പ്രത്യേകത, അദ്ദേഹം മുൻകൂട്ടി കണ്ട പ്രത്യേകതകൾ എല്ലാം വർക്കൗട്ടായി എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിന്ന് എടുത്തു കാണിക്കാൻ പറ്റും സയൻറ്റിഫിക് ടെമ്പർ. ഇന്ന് നമ്മൾ എസൻസ് ഗ്ലോബലടക്കം നമ്മൾ ശാസ്ത്രബോധം എന്ന് പറയുന്ന, നമ്മൾ ശാസ്ത്ര സംഘടനകളെല്ലാം ശാസ്ത്രബോധം എന്ന് പറയുന്ന ആ ശാസ്ത്രബോധം കൊണ്ട് എന്തുണ്ടാക്കി എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അത് ശാസ്ത്രബോധം എന്താണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. ആദ്യം പറയേണ്ടത് ശാസ്ത്രബോധം അതുകൊണ്ടുണ്ടായ മെച്ചം. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇന്ത്യയാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഈ നെഹ്റുവിൻ്റെ ഈ സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ള വാക്കുകളെ കടമെടുത്തതാണ്. ഇനി നെഹ്റുവിന് ശേഷം ഇത്രയും നേട്ടങ്ങളുണ്ടായി. ഓക്കെ, ഇനി പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞ് മൂന്നാം പഞ്ചവത്സരം തൊട്ട് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ പതുക്കെ ഇത് മുന്നോട്ട് പോകണം. അപ്പം ഈ ഘട്ടത്തിലാണ് സയൻറ്റിഫിക് ടെമ്പറിന് ഒരു പോരാട്ടം നടക്കുന്നത്. അതാ ഈ നിങ്ങൾ പലരും ഇങ്ങനെ ഒരു വ്യക്തിയെ പറ്റിയിട്ട് അധികം കേട്ട് കാണില്ല. പ്രത്യേകിച്ച് ബയോളജി പഠിക്കുന്നവർ കുറച്ചെങ്കിലും അറിയാമായിരിക്കാം. പ്രൊഫസർ പുഷ്പമിത്ര ഭാർഗവ. അദ്ദേഹം ഫാദർ ഓഫ് മോഡേൺ ബയോളജി ഇൻ ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. സെൻറ്റർ ഫോർ സെല്ലുലാർ ആൻഡ് മോളിക്കുലർ ബയോളജി CCMB ഹൈദരാബാദ് സ്ഥാപിച്ചു. അദ്ദേഹം ഹൈദരാബാദിലെ IICTയിലായിരുന്നു, സയൻറ്റിസ്റ്റ് ആയിരുന്നു. പക്ഷേ അദ്ദേഹം ബയോളജി പിന്നെ പശ്ചാത്തലമുള്ളത് കൊണ്ട് അദ്ദേഹം ചെറിയൊരു ലാബ് സ്ഥാപിച്ച് അതിന് വലിയൊരു ലാബായി വളർത്തി. അങ്ങനെയൊക്കെ അദ്ദേഹം ഒരുപാട് വർക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആ മികവ് കാണിച്ചൊരു ശാസ്ത്രജ്ഞനാണ്. ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ അറിയപ്പെടുന്ന തലയെടുപ്പുള്ള ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ തലയെടുപ്പ് ഇതിലായിരുന്നില്ല. ഇതിനേക്കാളും കൂടുതൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല സയൻറ്റിഫിക് ടെമ്പർ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നെഹ്റു പറഞ്ഞു ഈ സയൻറ്റിഫിക് ടെമ്പർ, ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സയൻറ്റിഫിക് ടെമ്പർ വല്ലാതെ തലക്ക് പിടിച്ചൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരു തരത്തിലും ആ സയൻറ്റിഫിക് ടെമ്പറിൻ്റെ ആ ലൈനിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ പോകരുത് എന്നുള്ള ദുശ്ശാഠ്യം ഉണ്ടായിരുന്ന ഒരാൾ. അദ്ദേഹം പുസ്തകങ്ങളുണ്ട്. അദ്ദേഹം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ സമീപങ്ങളിൽ എഴുതി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ചന്ദന ചക്രവർത്തിയും അദ്ദേഹത്തിന് വേണ്ടി എഴുതിയിട്ട് അവർ രണ്ടുപേരും കൂടി എഴുതിയ പുസ്തകങ്ങളാണ് ഈ കാണുന്നത്. ഭാർഗവ 1946 തന്നെ, അന്ന് വളരെ യങ്സ്റ്റർ ആയിരുന്ന സമയത്ത് ഈ അസോസിയേഷൻ ഓഫ് സയൻറ്റിഫിക് വർക്കേഴ്സ് ഇൻ ഇന്ത്യ ASWIൻ്റെ സംഘാടകനായിരുന്നു ആദ്യം. അദ്ദേഹം നെഹ്റുവിനാണെന്ന് വിളിച്ച്. നെഹ്റു ആയിരുന്നു ആദ്യത്തെ അതിൻ്റെ പ്രസിഡൻറ്റ്. അതിൻ്റെ ലക്ഷ്യം തന്നെ ഡെവലപ്പ് സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ളതാണ്. നെഹ്റു എന്ന ആ പുസ്തകത്തിൽ പറഞ്ഞ സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ള പുസ്തകം വന്ന ഉടനെ, ചൂടോടെയാണ് ഇദ്ദേഹം ഇത് സംഭവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞിട്ട് ഈ ഡിസ്കവറി ഓഫ് ഇന്ത്യയിലുള്ള ആ പേജ് പച്ചടിച്ച ശേഷം ഉടനാണ് ഇദ്ദേഹം ഇത് പിന്നെ പ്രൊഫസർ ഭാർഗവ പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് ടെമ്പർ ആയിരിക്കണം ഇതിൻ്റെ എയിം, ശാസ്ത്രജ്ഞന്മാരുടെ കൂട്ടായ്മയുടെ എയിം. പിന്നെ ഇദ്ദേഹം ചെയ്യുന്നത് അതിനുവേണ്ടി സംഘടനകൾ രൂപീകരിക്കുക, തുടർച്ചയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഒരു 64 ആയപ്പോൾ നെഹ്റുവിൻ്റെ നെഹ്റു മരിക്കും തൊട്ട് മുമ്പാണ് സൊസൈറ്റി ഫോർ പ്രൊമോഷൻ ഓഫ് സയൻറ്റിഫിക് ടെമ്പർ സ്ഥാപിക്കുന്നത്. അതിനകത്ത് ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് സയൻറ്റിസ്റ്റുകൾ പലരും, വളരെ ഇൻഫ്ലുവൻഷ്യൽ സയൻറ്റിസ്റ്റുകൾ പലരും സഹകരിച്ചു. സതീഷ് ധവാൻ, അബ്ദുൾ റഹ്മാൻ ഈ ശാസ്ത്ര ചരിത്രകാരനായിരുന്നു അന്നത്തെ. ഇവരൊക്കെ കൂടി നെഹ്റു പിന്നെ അന്തരിച്ചു. പിന്നെ ഇന്ദിരാഗാന്ധി വന്നു. പിന്നെ ഇന്ദിരാഗാന്ധി പിന്നെ കൂടുതൽ ഞാൻ പറയണ്ട. പണ്ടത്തെ ആ നെഹ്റുവിൻ്റെ ലെറ്റേഴ്സ് വായിച്ച് ആ കൊച്ചു പെൺകുട്ടി പിന്നെ ഒരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു താരമായിട്ട് വളരുകയാണ്. അവിടെയും എൻ്റെ വേറെ ആസ്പെക്റ്റിൽ, രാഷ്ട്രീയ ആസ്പെക്റ്റിൽ ഞാൻ പോകുന്നില്ല. പക്ഷേ സയൻറ്റിഫിക് ടെമ്പർ എന്ന് ഇവർ പറഞ്ഞ കാര്യങ്ങൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാവേണ്ടത്. അവർക്കത് മനസ്സിലായി. അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് ഇവരുടെ കൂടെ ഈ പറഞ്ഞ നമ്മുടെ സതീഷ് ധവാൻ്റെ കൂടെ വേറെ ആൾക്കാരുണ്ടായിരുന്നു. രാജാരാമണ്ണ ഉണ്ടായിരുന്നു. അതുപോലെ പ്രൈം മിനിസ്റ്ററുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ PN ഹസ്കർ ഉണ്ടായിരുന്നു. ഇവരൊക്കെ കൂടി ഈ ഒരു കാര്യം പ്രപ്പോസ് ചെയ്തു, മുന്നോട്ട് വെച്ചു. നമുക്കൊരു സയൻറ്റിഫിക് ടെമ്പർ നമുക്ക് പൗരൻ്റെ കടമയായിട്ട് നിർവചിക്കണം എന്നുള്ള ഈ പ്രഷർ കൊണ്ട് അവർ അന്നേരം തന്നെ ഈ പാർലമെന്റ്, ഈവൻ അന്ന് അടിയന്തരാവസ്ഥക്കാലം ചർച്ച പോലും ഇല്ലാതെയാണ് ഇത് പാസ്സാക്കുന്നത്. ആർട്ടിക്കിൾ 51A(h) നമ്മൾ ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ എന്നുള്ള ടു ഡെവലപ്പ് സയൻറ്റിഫിക് ടെമ്പർ, ഹ്യൂമനിസം ആൻഡ് സ്പിരിറ്റ് ഓഫ് എൻക്വയറി ആൻഡ് റീഫോം. ഇത് പ്രൊഫസർ ഭാർഗവയുടെ പ്രധാന അജണ്ടയായിരുന്നു, ഇങ്ങനൊരു സംഭവം കൊണ്ടെത്തിക്കുക എന്നുള്ളത്. കാരണം ഭരണഘടനയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് നമുക്കൊരു ബലമാണ് ഈ സയൻറ്റിഫിക് ടെമ്പറിന് വേണ്ടിയിട്ട്, സയൻസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതൊക്കെ ഒരു ബലമാണ് എന്നുള്ള ശക്തമായൊരു വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ വിശ്വാസം ഇന്നും നമ്മൾ 51A നമ്മൾ തീർച്ചയായിട്ട് പറയുന്നതിൻ്റെ ആ ഒരു പശ്ചാത്തലം ഇതാണ്. പിന്നെ കുറച്ചൊരു ലൈറ്റർ സൈഡ്, സർക്കാർ ഭംഗിയായിട്ട് ഇതിനകത്ത് സഹകരിച്ചു. അതിനുശേഷം അത്ഭുതകരമാണ്. കാരണം
അത് പറയാൻ കാരണം ഇത് ഒരു കോൺട്രാസ്റ്റാണ്. അന്നത്തെയും ആ കോൺട്രാസ്റ്റ് എനിക്ക് മനസ്സിൽ വരുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. ഇന്ത്യൻ ഗവൺമെൻറ് അന്ന് തന്നെ 81 നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ അത് DSTയുടെ അണ്ടറിൽ കൊണ്ടുവന്നു. അത് പോപ്പുലറൈസേഷൻ ഓഫ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് ടെമ്പർ എമംഗ് പീപ്പിൾ, അതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യം. അവർ ഭാരത് ജനവിജ്ഞാൻ ജാഥ, അത് അന്ന് വളരെ വളരെ പ്രശസ്തമായിരുന്നു. 90കളിൽ വളരെ പ്രശസ്തമായിരുന്നു. ത്രൂ ഔട്ട് ഇന്ത്യ ഒരു ജനവിജ്ഞാൻ ജാഥ കൊണ്ടുപോവുക, ചിൽഡ്രൻ സയൻസ് കോൺഗ്രസ് ഉണ്ടാക്കുക, നാഷണൽ ഡേ സെലിബ്രേഷൻസ് ഇവരുടെ കെയർ ഓഫിലാണ് തുടങ്ങുന്നത്. പിന്നെ അംഗീകാരങ്ങളും ഫെലിസിറ്റേഷൻസും. പിന്നെ CSIRൻ്റെ കീഴിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ റിസോഴ്സ്, അതൊക്കെ പേരൊക്കെ മാറി ഇപ്പം. പക്ഷേ അന്നത് രൂപീകരിച്ചു. വിജ്ഞാൻ പ്രസാർ രൂപീകരിച്ചു DSTയുടെ കീഴിൽ ശാസ്ത്ര പ്രചരണത്തിന് വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് പലർക്കും അറിയാത്ത ഒരു കാര്യം, നമുക്കൊരു നാഷണൽ സയൻറ്റിഫിക് ടെമ്പർ ഡേ ഉണ്ട് August 20th. ഇനി CSIRൻ്റെ അണ്ടറിൽ നിസ്കെയർ ഒരു ജേണൽ ഉണ്ടായിരുന്നു സയൻറ്റിഫിക് ടെമ്പർ. അതിൻ്റെ ഗതി നിങ്ങൾക്ക് ഊഹിക്കാം. 2-3 ഇഷ്യൂ പതങ്ങ് നിന്നു. അതിന് കാരണങ്ങൾ പറയും, കുറച്ച് ചരിത്രം കൂടി ഉണ്ട് ഇതിനകത്ത് പറയാൻ. ഒരു 1981 ഈ നേരത്തെ പറഞ്ഞ നമ്മുടെ ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, പ്രൊഫസർ ഭാർഗവയുടെ കീഴിലുള്ള വലിയൊരു ടീം, അവരിൽ നല്ല സയൻറ്റിസ്റ്റുകൾ ഉണ്ടായിരുന്നു, എഡ്യൂക്കേഷൻസ് ഉണ്ടായിരുന്നു, തിങ്കേഴ്സ് ഉണ്ടായിരുന്നു, ഫിലോസഫേഴ്സ്, എല്ലാവരും ചേർന്നിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് ടെമ്പർ അവർ ഇഷ്യൂ ചെയ്തു. പിന്നെ 2012 ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺ സയൻസ് കമ്മ്യൂണിക്കേഷൻ ഫോർ സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ള കോൺഫറൻസ് നടത്തി. അതിനകത്ത് ഇവരുടെ സമീപനം പാലംപൂർ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞൊരു ഡിക്ലറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ സയൻറ്റിഫിക് ടെമ്പറിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ, ഈ 2 ചരിത്രത്തിനിടയ്ക്ക് ഒരു ചരിത്രമുണ്ട്, അത് അടുത്ത ഒരു സ്ലൈഡിൽ ഞാൻ പറയാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഇതുള്ളത് പോപ്പുലർ സയൻസ് എഴുത്തും പ്രചരണവും, പലതരത്തിലുള്ള സയൻസ് മാസികകൾ, ശാസ്ത്ര സംഘടനകൾ, അവരിൽ ശാസ്ത്ര പ്രചരണ പരിപാടി നടന്ന സംഘടനകളുണ്ട്, ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അടക്കം, ശാസ്ത്രകലാജാഥകൾ. 88 ഓൾ ഇന്ത്യ പീപ്പിൾ സയൻസ് നെറ്റ്വർക്ക് AISPN രൂപീകരിക്കപ്പെടുന്നു. അതിൽ 35 ഓർഗനൈസേഷൻസും 7 ലക്ഷത്തോളം മെമ്പേഴ്സും ഉണ്ട്. ഇന്നത്തെ ഒരു കറണ്ട് സ്റ്റാറ്റസാണ്. ഇനിയാണ് കുറച്ച് ഡൗട്ട്ഫുൾ കുറച്ച് കാര്യങ്ങൾ, സംശയകരമായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് അലോസരപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങൾ. നമ്മൾ സയൻറ്റിഫിക് ടെമ്പർ എന്നത് സ്ഥിരമായിട്ട് പറയും, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഓരോ മീറ്റിങ്ങിലും നമ്മൾ പറയുന്നുണ്ട് ഇതിനെന്താണ് സംഭവിച്ചത് ഈ സയൻറ്റിഫിക് ടെമ്പറിന് എന്നുള്ളത്. അപ്പോൾ 1981 സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് ടെമ്പർ വരുന്നു. നമ്മൾ ധാരണ ആർക്കും ഒരു തർക്കം ഉണ്ടാവില്ല, കാരണം 81 നമ്മുടെ സയൻറ്റിഫിക് ടെമ്പർ നെഹ്റു അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ആർക്കും ഒരു തർക്കമില്ല, വേൾഡ് വൈഡായിട്ട് ആർക്കും ഒരു തർക്കമില്ല. പക്ഷെ തർക്കം വരുന്നു, ഏതോ ചില കോണുകളിൽ നിന്ന് തർക്കം വരുന്നു. ഒരു ആശിഷ് നന്ദി എന്ന് പറഞ്ഞ ഒരു പ്രൊഫസർ, ഇതും വലിയ ആൾക്കാരാണ് ഇവരൊക്കെ, ഒരു പൊളിറ്റിക്കൽ സൈക്കോളജിസ്റ്റ്, അദ്ദേഹം ഡൽഹിയിലെ ഒരു ഓർഗനൈസേഷനിൽ അദ്ദേഹത്തിൻ്റെ ഡയറക്ടറൊക്കെയാണ് ഒരു പഠന കേന്ദ്രം സ്ഥാപിച്ച്. അതിൽ അദ്ദേഹം ഇതിനെതിരെ ഒരു ലേഖനം ഇറക്കുന്നു. എ കൗണ്ടർ സ്റ്റേറ്റ്മെൻറ്റ് ഓൺ ഹ്യൂമനിസ്റ്റിക് ടെമ്പർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പബ്ലിഷ് ചെയ്ത് അതിനകത്ത് പറയുന്നത്, ദ അൾട്ടിമേറ്റ് ലോജിക് ഓഫ് സയൻറ്റിഫിക് ടെമ്പർ ഇസ് ദ വൾഗർ contempt for the common man it excludes. ഇത് കഴിഞ്ഞ് അദ്ദേഹം അതിൻ്റെ ന്യായങ്ങൾ പറയുന്നുണ്ട്. ഈ സയൻറ്റിഫിക് ടെമ്പറിൻ്റെ ദോഷം നിങ്ങൾക്ക് കേൾക്കേണ്ടതാണ്. സയൻറ്റിഫിക് ടെമ്പർ എന്ന് പറയുന്ന ഓരോരുത്തരും കേട്ടിരിക്കേണ്ടതാണ്. ഇങ്ങനത്തെ ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. നന്ദി എന്നുള്ളത് അത് ഇദ്ദേഹം ഈ പറയുന്ന ആ നെഹ്റുവിയൻ കാലഘട്ടം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പ്രധാനമായ പുരോഗതികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ജനിച്ചു വളർന്ന ആളാണ്. അതില്ലായിരുന്നെങ്കിൽ ഇദ്ദേഹം ഇന്നും നമ്മളെ പട്ടിണി കോലം ആ ഒരു കോലത്തിൽ ഇരിക്കുമായിരുന്നു. നന്ദി എന്നുള്ള പേരിൽ മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറയുന്നത് എംഫസിസ് ഓൺ പർട്ടിക്കുലർ നോളജ് സിസ്റ്റമാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം. അതായത് സയൻറ്റിഫിക് മെത്തേഡിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു, അതാണ് ഇതിൻ്റെ കുഴപ്പം. അങ്ങനെ ആവാൻ പാടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്ത്യൻ്റെ പാസ്റ്റ് ട്രഡീഷൻ, കൾച്ചർ ഇതൊക്കെ നിങ്ങൾ അവഗണിക്കുകയാണ്. പിന്നെ ഈ കോമൺ മാനെ അവഗണിക്കുന്നു. റിലീജിയൻ എഗൻസ്റ്റാണിത്, അങ്ങനെ ആവാൻ പാടില്ല. എന്തുകൊണ്ട് പാടില്ലെന്ന് ചോദ്യമൊന്നുമില്ല, അത് അങ്ങനെ പറയും. അതാണ് അർബൻ സെൻറ്റേർഡ്, അതായത് നാഗരികമായ ഒരു കേന്ദ്രീകരണം, വെസ്റ്റേൺ ഇൻസ്പയർഡ്, ഒരു പശ്ചാത്തലമുള്ള ഒരാശയമാണ്. ഈ കാരണങ്ങൾ കൊണ്ട് ഇതൊക്കെ ഒബ്ജക്ഷനബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളുടെ ഒരു സിറ്റുവേഷൻ പോക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണും. ഇതിനുശേഷം കുറേ ചർച്ചകളുണ്ടായിരുന്നു. ഈ ചർച്ചകൾ എത്രയോ സയൻറ്റിസ്റ്റുകൾ ജോയിൻ ചെയ്തിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കൂടെ അതേ അഭിപ്രായമുള്ള കുറേ സയൻറ്റിസ്റ്റുകൾ ജോയിൻ ചെയ്തിരുന്നു. അവർ ഈ സയൻറ്റിഫിക് ടെമ്പർ, സ്റ്റേറ്റ്മെൻറ്റ് ഓൺ സയൻറ്റിഫിക് ടെമ്പർ പുനഃപരിശോധിച്ച് മറ്റൊരു സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാക്കുന്ന അത് ഭയങ്കരമായി പ്രഷറൈസ് ചെയ്തു. പിന്നെ
അതിനുശേഷമാണ് ഞാൻ പറഞ്ഞ 2012 കോൺഫറൻസ് നടത്തുന്നത്. എന്നിട്ട് PM ഭാർഗവയും ആൾക്കാരൊക്കെ കൂടിയിട്ട് വേറൊരു കോൺഫറൻസിൽ പാലംപൂർ നടന്ന കോൺഫറൻസിൽ വെച്ചിട്ട് ഇതിനെ കൂലങ്കഷന്മാർ വിശകലനം ചെയ്യുന്നു. ഈ നന്ദിയുടെ ഈ പേപ്പറും അതിന് വന്ന അനുകൂലനങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്ത് അവർ സയൻറ്റിഫിക് ടെമ്പറിനെ കുറച്ചൊന്ന് മയപ്പെടുത്തുന്നു. സത്യം പറയാം, ഇങ്ങനെ ഇത്രയും ആൾക്കാരെ വെറുപ്പിക്കേണ്ട എന്നുള്ള മട്ടിൽ സയൻറ്റിഫിക് ടെമ്പർ മയപ്പെടുത്തുന്നു. പിന്നെ പാലംപൂർ ഡിക്ലറേഷൻ അടുത്ത 2012 കോൺഫറൻസിലാണ് അംഗീകരിക്കപ്പെടുന്നത്. ഇതൊക്കെ നമ്മൾ വായിച്ചു നോക്കുക. ഒന്ന് സയൻറ്റിഫിക് ടെമ്പറിനെ പറ്റി നമ്മൾ കൂടുതൽ പറയുന്നതിന് മുമ്പോ ചർച്ച ചെയ്യപ്പെടുന്നതിന് മുമ്പോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സയൻറ്റിഫിക് ടെമ്പറും അത് പാലംപൂർ ഡിക്ലറേഷനും ഒന്ന് വായിച്ചു നോക്കുക നമ്മളടുത്ത ചർച്ച വരുന്നതിന് മുമ്പേ. ഇനി ഹൂ ഈസ് എഫ്രൈഡ് ഓഫ് സയൻറ്റിഫിക് ടെമ്പർ, ഇതും പ്രധാനം. ഇനി ഒരു 2 സ്ലൈഡ് കൊണ്ട് ഞാൻ നിർത്താം. ഇത് പോസ്റ്റ് മോഡേൺ ചിന്തകൾ, ഇത് എത്രയോ മണിക്കൂറുകളോളം ചർച്ച ചെയ്യേണ്ട ഇഷ്യൂസാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചില സ്ഥലത്ത് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലം നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് മുന്നോട്ട് പോവുകയാണ്. പോസ്റ്റ് മോഡേൺ ചിന്തകൾ, അതായത് സയൻസ് വിരുദ്ധ സിദ്ധാന്തങ്ങൾ കൊണ്ടുവന്ന ആൾക്കാരാണ് ഈ പോസ്റ്റ് മോഡേൺ ചിന്ത. നേരത്തെ പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞ കക്ഷികളെ പോലെ ഈ സയൻസ് അല്ല അൾട്ടിമേറ്റ്. സയൻസിന് പകരം വേറെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവാം. അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. പല സ്ഥലത്ത് കൾച്ചറുണ്ട്, അതുണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ സയൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നിഗളിക്കണ്ട എന്നുള്ളതാണ് അവരുടെ ഒരു പക്ഷം. പിന്നെ ന്യൂ ഏജ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്രസ്ഥാനമുണ്ട്, ഒരു ആഗോള പ്രസ്ഥാനമാണ്. ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ സയൻസിന് മനസ്സിലാകാത്ത കുറേ കാര്യം, സയൻസിന് കണ്ടുപിടിക്കപ്പെട്ടില്ലാത്ത കുറേ ആത്മാവ്, അത് ഇത് ഊർജ്ജങ്ങൾ, അത് അങ്ങനെ 100 കൂട്ടം കാര്യങ്ങളുണ്ട്. ഇതൊക്കെ പ്രപഞ്ചത്തിലുണ്ട്. സയൻസ് ഇനിയും നിങ്ങൾ എപ്പോഴും കണ്ടുപിടിച്ചാലായി ഇല്ലെങ്കിലായി, പക്ഷെ അതൊക്കെ നമുക്കറിയാം, നമ്മളെ സ്വാമിമാർക്കറിയാം. അങ്ങനെയാണ് മറ്റേ ശരീരത്തിൽ ഊർജ്ജം, യോഗേൻ്റെ ഇതൊക്കെ തിയറികളൊക്കെ, പിന്നെ ജീവശക്തി അത് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇവരിങ്ങനെ തിയറി ഉണ്ടാക്കുന്നത്. അതാണ് ന്യൂ ഏജ് എന്ന് പറഞ്ഞാൽ. അതും നിങ്ങളൊന്ന് എവിടെയെങ്കിലും ഒന്ന് വായിച്ചറിയാമെങ്കിൽ ഒരു ചർച്ചയിൽ വരികയാണെങ്കിൽ നന്നായിരുന്നു. പിന്നെയുള്ള കപടശാസ്ത്രം, അന്ധവിശ്വാസ കൂട്ടായ്മകളാണ്. ഇവർ നേരിട്ട് മറ്റൊരു സയൻസ് സിദ്ധാന്തം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇവരൊക്കെ നേരിട്ട് ചൂഷണം ചെയ്യുന്ന ആൾക്കാരാണ്. ഇത് പലപ്പോഴായി ചർച്ചകൾ വന്നുകൊണ്ട് ഞാൻ തൽക്കാലം ഒഴിവാക്കുന്ന സമയക്കുറവുകൊണ്ട് ഞാനിത് ഒഴിവാക്കുകയാണ്. പിന്നീട് പറയുന്നത് ഓവർ ദ ഇയേഴ്സ് വന്ന അപജയം എന്താണെന്നുള്ളതാണ്. നമ്മൾ ദേശീയ ശാസ്ത്ര ഗവേഷണം, നമ്മൾ നേരത്തെ പറഞ്ഞ ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ എങ്ങനെ ഉണ്ടായി വന്നു എന്നുള്ള ഒരു സങ്കല്പം, സയൻറ്റിഫിക് ടെമ്പർ എന്നുള്ള സങ്കല്പം എന്നാണ് ഇതൊക്കെ ഉണ്ടായി വരുന്നത്. ഉണ്ടായി വന്ന സാധനത്തെ നമ്മൾ എങ്ങനെ നശിപ്പിക്കും എന്നുള്ളതാണ് ഇത് കാണുന്നത്. സെൻട്രൽ ഗവൺമെൻറ്, നമ്മൾ മിനിസ്ട്രി ഒക്കെ പറഞ്ഞ് അത് ഫണ്ടിങ് പോയി നോക്കൂ. ഗോമൂത്രത്തിന് ഔഷധ ഗുണം, പുഷ്പവിമാനത്തിന് മെക്കാനിസം പഠിക്കാനും, പുരാണത്തെ നദീൻ്റെ സ്ഥാനം കണ്ടുപിടിക്കാൻ സാറ്റലൈറ്റ് വെച്ചിട്ട്, ജ്യോതിഷ പ്രവചനത്തിന് സത്യം കണ്ടുപിടിക്കാൻ എല്ലാറ്റിനും പൈസ കൊടുക്കുന്നു, ഫണ്ടിങ്. നമ്മളിവിടെ നമ്മുടെ ലാബ് നടത്താൻ എന്തെങ്കിലും പിന്നെ ഒരു പുതിയ പഠനങ്ങൾ നടക്കാൻ സ്റ്റുഡൻസ് പൈസയില്ല. അപ്പോഴാണ് ഇതിനൊക്കെ വേണ്ടിയിട്ട് പൈസ വാരിക്കോരി കൊടുക്കുന്നത്. ഇതിനൊക്കെ പ്രൊഫസർമാർ, ശാസ്ത്രജ്ഞന്മാർ, സംഘടനകൾ, ഒരു ഫുൾ സംഘടന തന്നെയുണ്ട്. 23 സംസ്ഥാനങ്ങളിൽ പേരുള്ള ആ സംഘടന പേര് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ സംഘടന ഉണ്ട്. അതിൽ പിന്നെ 1 ലക്ഷത്തോളം വളണ്ടിയേഴ്സ് ലൈവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇന്നും. ഈ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ പൗരാണിക ശാസ്ത്രം, ഇന്ത്യയുടെ പൗരാണിക ശാസ്ത്രം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസയൊക്കെ ചിലവിട്ട് വളരെ സന്നാഹങ്ങളോടെ തന്നെ ഈ നമ്മുടെ സോഷ്യൽ മീഡിയൻ്റെ ഹാൻഡിൽസൊക്കെ ഉപയോഗിച്ചിട്ടും നമ്മളൊക്കെ എത്രയോ പിന്നിലാണ് അവരൊക്കെ നമ്മൾ പിന്നെ മനസ്സ് കാണുന്ന മാനത്ത് കണ്ട ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒരു വളരെ വിപുലമായൊരു ഇതാണ് നടത്തുന്നത്. ഇതിനെ ആരും എതിർത്തില്ലേ എന്ന് ചോദിക്കാം. ഇതിൽ ഒറ്റയാൾ പോരാട്ടം നടത്തി വിജയിച്ച, കാരണം നമ്മൾ അത് ഒരു ശാസ്ത്രജ്ഞൻ, നേരത്തെ പറഞ്ഞ പ്രൊഫസർ PM ഭാർഗവയാണ്. അദ്ദേഹം ഓരോ തവണയും ഓരോ ഗവൺമെൻറ് തലത്തിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും അപജയം ഉണ്ടാവുകയാണെങ്കിൽ അന്നേരം അദ്ദേഹം റിയാക്ട് ചെയ്യും. അദ്ദേഹം എല്ലാ എക്കണോമിക്സിനുള്ള 3 അക്കാഡമികളിൽ അംഗത്വം അദ്ദേഹം രാജിവെച്ചു ഒരു 2014 ആ ഘട്ടമാകുമ്പോഴേക്കും. പിന്നെ അദ്ദേഹം 14 കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ ഗവേഷണങ്ങൾ വന്നു തുടങ്ങുന്നു. ഇത് ഗവൺമെൻറ്റിനോട് പറഞ്ഞു അങ്ങനെ ചെയ്യരുത്, ഗവൺമെൻറ് നത്തിങ് ഡൂയിങ്, നമ്മൾ ചെയ്യും. അദ്ദേഹം പത്മഭൂഷൺ അദ്ദേഹം ബഹുമതി അങ്ങ് തിരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അപൂർവം ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ ഒരു ഇത്തിരി നാണക്കേടോടെ പറയുകയാണ്, ശാസ്ത്രജ്ഞന്മാരെ നമുക്ക് ഗവൺമെൻറ് ഈസിയായിട്ട് വിലക്ക് വാങ്ങാം. വളരെ വൾണറബിൾ ഒരു ഗ്രൂപ്പാണ്. കാരണം നമ്മൾ എന്ത് പറഞ്ഞാലും ഇത് ഒരു ഗവൺമെൻറ് ഒരു കാര്യം തീരുമാനിച്ച് പറഞ്ഞാൽ സർക്കാരിനെതിരെയായി. അപ്പോൾ സയൻറ്റിസ്റ്റിനെ സൈലൻസ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വളരെ എളുപ്പമാണ്. ഇങ്ങനെയാണ് കാര്യങ്ങളുടെ സ്ഥിതി പോകുന്നത്. ഇനി വളരെ ഒരു ഡിസ്മൽ സിറ്റുവേഷൻ എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിൻ്റെ അവസ്ഥകളൊക്കെ ഇപ്പോൾ പറഞ്ഞു. സയൻറ്റിസ്റ്റുകളെ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. സയൻറ്റിസ്റ്റുകൾ പ്രവർത്തിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും. നമ്മളൊക്കെ വളരെ ഹെൽപ്ലെസ് ആൾക്കാരാണ്. സയൻറ്റിഫിക് ടെമ്പറിനെ എങ്ങനെ സൃഷ്ടിക്കാം, പരിപോഷിപ്പിക്കാം? വളരെ എളുപ്പമാണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞിപ്പോൾ ധരിച്ചിരിക്കും. നമ്മൾ അങ്ങനെയാണ് ഒരു പൊതുധാരണ. ശാസ്ത്രായത്ത പരിഷത്തായാലും നമ്മുടെ ഈ സ്വതന്ത്ര ചിന്താ സംഘടനകളായാലും നമ്മൾ വിചാരിക്കുന്നത് ശരി, കുറേ സയൻസ് പിള്ളേരെ പഠിപ്പിക്കുക, പിള്ളേർ ഇറങ്ങി ലാബിലൊക്കെ ഇരുന്ന് അതിൽ പഠിച്ചു കഴിഞ്ഞാൽ സയൻറ്റിഫിക് ടെമ്പർ വരും, അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവും. അത് യുക്തിബോധം കൂടി വേണം, ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ
ഈ പറഞ്ഞ അറിവുകൾ മൊത്തം ഇല്ലെങ്കിൽ അത് നിങ്ങളെ കാലുവാരപ്പെടും എന്നുള്ളതാണ്. ഒരു ഉദാഹരണത്തിന് ഇപ്പം ഒരു പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് വന്ന് MSc, അയാൾക്ക് ആ റൂട്ടേ ഉള്ളൂ. ഫിസിക്സ് പഠിക്കുന്ന ഒരാൾക്ക് ഫിസിക്സ് പഠിച്ച് ഫിസിക്സിൽ MSc എടുക്കാം, PhD എടുക്കാം. ഇദ്ദേഹത്തിന് ഒരു ജ്യോതിശാസ്ത്രത്തെ പറ്റിയുള്ള കാര്യങ്ങൾ പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ ജ്യോതിഷം ഒരു വിഡിത്താണെന്ന് അദ്ദേഹം പറയും. ഇദ്ദേഹം പറഞ്ഞ് നേരെ പോയി ചെല്ലുന്ന എന്താണ്, കുറച്ച് ഹോമിയോപ്പതി ഗുളിക എടുത്ത് കഴിക്കും. കാരണം ആരോ പറഞ്ഞു ഈ ഗുളികകൾ ഭയങ്കര ഫലവത്താണ്, എത്രയോ പേര് ചികിത്സിക്കുന്നത്, ഗവൺമെൻറ് അംഗീകരിച്ചാണ്, WHO അംഗീകരിച്ചിട്ടുണ്ട്, എല്ലാ രാജ്യത്തുണ്ട് ഹോമിയോപ്പതി, അതുകൊണ്ട് ഇത് ശരിയാണെന്ന് അങ്ങനെ വിശ്വസിക്കും. കാരണം ഇദ്ദേഹം പഠിച്ചിട്ടില്ല. അതിൻ്റെ ലോജിക്ക് എന്താണ്, കാര്യങ്ങൾ എന്താണ്, മെഡിക്കൽ ഇതിനെപ്പറ്റി ആരോഗ്യശാസ്ത്രത്തെ പറ്റി അറിഞ്ഞുകൂടാ, ഈ ഔഷധ പ്രയോഗം ഒന്നും അറിഞ്ഞുകൂടാ അദ്ദേഹത്തിന്. ആകെപ്പാട്ടിരുന്നത് ഈ പറഞ്ഞ ആസ്ട്രോണമിയാണ് അദ്ദേഹത്തിന് അറിയുന്നത്. ഇത് തന്നെയാണ് സ്ഥിതി. ഒരു ബയോളജിസ്റ്റ് വന്നാൽ ഇപ്പോൾ തിരിച്ച് ആസ്ട്രോണമിയിൽ എന്തോ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ജ്യോതിഷ പ്രവചനങ്ങൾ ശരിയല്ലേ, അതിനുവേണ്ടി പുള്ളി മരിക്കും. അതാണ് എൻ്റെ കാര്യം. ഇങ്ങനത്തെ വാദിച്ചിട്ട് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മളിരിക്കുന്നത്. നല്ല ബോധത്തോടെ വേണം സയൻറ്റിഫിക് ടെമ്പർ നമ്മൾ പ്രചരിപ്പിക്കാൻ. അതായത് ഇത്രയും ശാസ്ത്രങ്ങൾ, ഊർജ്ജങ്ങളെ പറ്റിയിട്ടുള്ള കപടശാസ്ത്രങ്ങളുണ്ട്, ഭൗമശാസ്ത്രമായിട്ട് കപടശാസ്ത്രങ്ങളുണ്ട്. അതായത് നൂലിൽ കെട്ടിയിട്ട് നമ്മൾ കിണറിൻ്റെ സ്ഥാനം കാണുന്ന ഒരു സംഭവമുണ്ട്, നൂലിലാട്ടിയിട്ട്. ഭൗമശാസ്ത്രം അറിയില്ലെങ്കിൽ തീർന്നു നമ്മുടെ കാര്യം. മനഃശാസ്ത്രം അറിയില്ലെങ്കിൽ അത് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ഈ ധ്യാനം എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറയും. പറ്റിക്കുന്നല്ലേ, ധ്യാനം ശരിയാണ്, പക്ഷേ അതിന് പറയുന്ന എക്സ്പ്ലനേഷൻ നിങ്ങളെ കാല് വരലാണ്. അതാണ്. പിന്നെ പരിണാമത്തെ പറ്റി അറിയില്ലെങ്കിൽ കുറേ മതങ്ങളുടെ വഴിക്ക് അങ്ങ് ചർച്ച പോവും. പോഷണത്തെ പറ്റി അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് അപകടം പറ്റും. അതായത് ഈ പച്ചക്ക് കഴിക്കുക എന്നുള്ളതാണ്. അതായത് ക്യാരറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല അസുഖങ്ങളും മാറും, ആരോഗ്യത്തിന് നല്ലതാണ്. ഇതറിഞ്ഞ് ക്യാരറ്റ് ജ്യൂസ് അടിച്ച് കുടിച്ച് ആശുപത്രിയിലെ എത്രയോ കേസുകളുണ്ട്. 4 ദിവസം നിങ്ങൾ ജ്യൂസ് കുടിക്കും, 5-ാം ദിവസം ആശുപത്രിയിൽ. കാരണം വിറ്റാമിൻ എ ഈസ് ഹെപ്പറ്റോടോക്സിക്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അത് അറിവില്ലായ്മയാണ് നമുക്ക് പലതും നമ്മളെ ഒരു ട്രാപ്പിലേക്ക് കൊണ്ടുവിടുന്നത്. അറിവില്ല ഞാൻ പറയാൻ കാരണം, ഈ അറിവ് നമ്മൾ നേടിയാൽ മാത്രമേ നിങ്ങൾക്കൊരു സയൻറ്റിഫിക് ടെമ്പറോടെ ഒരു കാര്യത്തെ ഏത് വിഷയത്താലും സമീപിക്കാൻ പറ്റും. കാരണം ഒരാൾ നമ്മുടെ മുന്നിൽ വന്നിട്ട് പറയുകയാണ്, ഞാനൊരു അത്ഭുതകരമായ കാര്യമുണ്ട്, നിങ്ങൾ ആരോഗ്യത്തെ ബാധിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഐശ്വര്യങ്ങൾ വരും, ഇതൊക്കെ പറഞ്ഞ് നമ്മളോട് പറയുമ്പം ഞാൻ പഠിച്ച സയൻസ് അനുസരിച്ച് പ്രവർത്തിക്കില്ല എന്ന് നമുക്ക് പറയാൻ പറ്റണം. അതാണ് ഞാൻ പഠിച്ച സയൻസിനുള്ള ഇത്രയും സയൻസ് പഠിച്ചാലേ നമുക്കത് പ്രാവർത്തികമാകൂ എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. ഇനി ഇത്രയും പറഞ്ഞ് നമ്മൾ സയൻസ് അങ്ങോട്ട് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സയൻസ് ശരിയല്ലല്ലോ. ഇപ്പം നമ്മൾ ഈ ഹോമിയോപ്പതി അതുപോലെ സമാന്തര ചികിത്സയിലൊക്കെ ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയും, ഇന്നാണ് എൻ്റെ സയൻസ്. പറയേ നിങ്ങളുടെ സയൻസ്, നമ്മുടെ സയൻസ് വേറെ, നിങ്ങളുടെ സയൻസ് വേറെ, ഇതൊരു വേറെ തന്നെ സയൻസാണ്. അതുപോലെ ആധുനിക ശാസ്ത്രം, പൗരാണിക, 2 ശാസ്ത്രം ഉണ്ടെന്നുള്ളതാണ്. നമുക്ക് ആകെ ഒരു സയൻസ് ഉള്ളൂ. കാരണം പൗരാണിക ശാസ്ത്രത്തെ ആദേശം ചെയ്തിട്ടാണ് ആധുനിക ശാസ്ത്രം വരുന്നത്. ആധുനിക ശാസ്ത്രം, പൗരാണിക ശാസ്ത്രം. നമ്മൾ പൗരാണിക ശാസ്ത്രം വഴിക്ക് പോകും, നിങ്ങൾ ആധുനിക ശാസ്ത്രം വേണമെങ്കിൽ പോയിക്കോ, വേണമെങ്കിൽ പോകണ്ട. അതാണ് തദ്ദേശീയ ശാസ്ത്രം, പാശ്ചാത്യ ശാസ്ത്രം. നിങ്ങൾ ഇന്ത്യൻ ശാസ്ത്രം നമ്മൾ പറയുമ്പോൾ നിങ്ങൾ പാശ്ചാത്യ ശാസ്ത്രമാണ് ഫോളോ ചെയ്യുന്നത്. അത് തെറ്റായിരിക്കാം എന്നാണ് നമ്മളെ വാദം. ഇതൊക്കെയാണ് ഇന്നത്തെ ദൗർഭാഗ്യകരമായ അവസ്ഥ. ഇത് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാനിവിടെ നിർത്തുന്നു. നമുക്ക് അവിടെ ശാസ്ത്രത്തെ ഇറക്കാനുള്ള ഒരു ശക്തി നിങ്ങൾക്ക് വരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.